കണ്ണൂരിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ഭാരതീയ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നടന്ന പ്രതിഷേധം ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് NK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ ജ്വാല നടത്തി. പ്രതിഷേധ യോഗം ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് NK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കോളേജിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നിതിൻ രാജിന്റെ ഫോൺ മേടിച്ച് ക്രൂരമായി ഓഫീസിനുള്ളിൽ മർദ്ദിക്കപ്പെട്ടു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വേദനയോട് അലറി കരഞ്ഞുകൊണ്ട് നിതിൻ രാജ് ഓടിപ്പോകുന്ന രംഗം കണ്ടു എന്ന് CCTVയിലൂടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പോലീസ് പറയുകയുണ്ടായി. നമുക്കറിയാം അങ്ങനെയല്ല സംഭവം. അവിടെ ജനം ഇന്ന് വിശ്വസിക്കുന്നു അവിടെ നിതിൻ രാജിനെ ജാതിയുടെ പേരിൽ ക്രൂരമായി ആക്രമിക്കുകയും ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ ആക്ഷേപിച്ചതിന്റെ ഫലമായാണ് അവിടെ വലിയ സംഘർഷങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇതിന്റെ പിന്നിൽ ജാതിയുടെ പേരിൽ ആക്രമിക്കപ്പെട്ട നിതിൻ രാജിനെ ക്രൂരമായി കൊല ചെയ്ത് ആ കോളേജിന്റെ മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞതാണ് എന്ന് കേരളത്തിലെ മുഴുവൻ പട്ടികജാതി ദളിത് സമൂഹവും മനസ്സിലാക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മൂവാറ്റുപുഴ നെഹ്റു പാർക്കിൽ നടന്ന പ്രതിഷേധത്തിൽ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അമൃതദത്തൻ MK അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി AC ചന്ദ്രൻ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പ്രകൃഷ്ണൻ, ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് TA കൃഷ്ണൻകുട്ടി, ജില്ലാ സെക്രട്ടറി രാജു മക്കുപ്പാറ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റജി പ്ലാച്ചേരി, സേവാദൾ സംസ്ഥാന സെക്രട്ടറി ഭദ്രപ്രസാദ്, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ലൈജു കോതമംഗലം, TC രവി, സന്തോഷ് പട്ടിമറ്റം, ആദിവാസി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജി ബോസ്, ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുനിത EA, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സിനിജ സനൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ മനോജ് K, കുഞ്ഞൻപിള്ള, PA ചന്ദ്രൻ, AK നാരായണൻ, സിജു PR, മഞ്ചേഷ്, അനിത ചന്ദ്രൻ, സുവിജ സനൽ, ചിന്നമ്മ അനിൽകുമാർ, ശരണ്യ തുടങ്ങിയവർ പങ്കെടുത്തു.